ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആം ആദ്മി പാർട്ടിക്കെതിരെ ആഞ്ഞടിച്ചും ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിൽ താമര വിരിയും. രാജ്യ തലസ്ഥാനത്തിന്റെ മികച്ച ഭാവിക്കായി അവസരം നൽകണമെന്ന് രോഹിണിയിൽ സംഘടിപ്പിച്ച പരിവർത്തൻ യാത്രയിൽ മോദി വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു. ആം ആദ്മി പാർട്ടി ദുരന്തമാണെന്ന് ഇന്നലെയും മോദി ആവർത്തിച്ചു. ഡൽഹി സർക്കാരിന്റെ നിലവിലെ ക്ഷേമ പദ്ധതികൾ ബിജെപി ഭരണത്തിലെത്തിയാലും തുടരും. എന്നാൽ അത്തരം പദ്ധതികളിലെ അഴിമതി ഇല്ലാതാക്കും. ഇന്ത്യയെ സംബന്ധിച്ച് അടുത്ത 25 വർഷങ്ങൾ നിർണായകമാണ്. ഡൽഹിയിൽ വികസനം കൊണ്ടുവരാൻ ബിജെപിക്ക് മാത്രമേ കഴിയൂ. മെട്രോ സർവീസ് രാജ്യ തലസ്ഥാനത്തിന്റെ ഓരോ കോണിലും എത്തിച്ചത് ബിജെപിയാണ്. ആം ആദ്മി പാർട്ടി എന്ന ദുരന്തത്തെ ഭരണത്തിൽ നിന്നും തൂത്തെറിയാനുള്ള അവസരമാണ്. ജനങ്ങളുടെ 10 വർഷം അവർ നശിപ്പിച്ചെന്നും മോദി കൂട്ടിച്ചേർത്തു. എന്നാൽ മോദി ഡൽഹി സർക്കാരിനെയും ജനത്തെയും അധിക്ഷേപിക്കുന്നത് തുടരുകയാണെന്ന് അരവിന്ദ് കെജ്രിവാൾ തിരിച്ചടിച്ചു. അധിക്ഷേപമല്ല, മികച്ച പദ്ധതികളാണ് ജനം പ്രതീക്ഷിക്കുന്നത്. ജനത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. മെട്രോ വികസനം ആം ആദ്മിയുടെ ശ്രമഫലമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഉത്തർപ്രദേശിലെ സാഹിബാബാദിൽ നിന്നും ഡൽഹി അതിർത്തിയിലെ ന്യൂ അശോക് നഗർ വരെ നീളുന്ന 13 കിലോമീറ്റർ നമോ ഭാരത് ഇടനാഴി രാഷ്ട്രത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹി മീററ്റ് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം ഇടനാഴിയുടെ ഭാഗമാണിത്. ഇതോടെ ഡൽഹിക്ക് ആദ്യത്തെ നമോ ഭാരത് സർവീസ് സ്വന്തമായി. 4600 കോടി ചെലവിട്ട പദ്ധതിയാണിത്. ഡൽഹിയിൽ നിന്നും മീററ്റ് സൗത്തിലെത്താൻ ഇനി 40 മിനിറ്റ് മതിയാകും. 42 കിലോമീറ്റർ നീളമുള്ള സാഹിബാബാദ് മീററ്റ് സൗത്ത് ഇടനാഴി നേരത്തെ തുറന്നുകൊടുത്തിരുന്നു. ഇന്ത്യയുടെ മെട്രോ ശൃംഖല 1000 കിലോമീറ്റർ എന്ന ശ്രദ്ധേയ നേട്ടത്തിലെത്തി. ഡൽഹിയിൽ 12,200 കോടിയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും മോദി ഇന്നലെ നിർവഹിച്ചു. ഡൽഹി മെട്രോ 4ാം ഘട്ടത്തിലെ 6230 കോടി രൂപയുടെ 26.5 കിലോമീറ്റർ റിഠാല കുണ്ടലി ഭാഗത്തിന്റെ തറക്കല്ലിടലും നിർവഹിച്ചു. അതോടൊപ്പം ഇന്ത്യയുടെ ആധുനിക അടിസ്ഥാന സൗകര്യ യാത്രയിലെ നാഴികക്കല്ലാണിതെന്ന് നമോ ഭാരത് സർവീസ് ഉദ്ഘാടനം ചെയ്ത് മോദി പറഞ്ഞു. 2014 മെട്രോ സൗകര്യങ്ങളുടെ കാര്യത്തിൽ ആഗോളതലത്തിൽ ആദ്യ 10 പോലും ഇന്ത്യ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടെ മെട്രോ ശൃംഖലയുടെ കാര്യത്തിൽ 3ാമത്തെ വലിയ രാജ്യമായി മാറി എന്നും മോദി പറയുന്നു.